ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ പറയാം കേട്ടോ. കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വേദയും വിക്രമും ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ വിക്രമിനെ ഇറക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് വേദ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ SI പറയുന്നുണ്ട്, മറ്റേ നമ്മുടെ സാബുവിനോട് പറയുന്നുണ്ട്, പിന്നെ താൻ ചെയ്തത് എന്താണെന്നറിയോ, താൻ ആ ഡോക്യുമെൻറ്റ്സൊക്കെ താൻ കത്തിച്ച് കളഞ്ഞില്ലേ, താൻ ചെയ്ത പ്രവൃത്തികളൊക്കെ ലൈവായി പോയിക്കൊണ്ടിരിക്കുകയെന്ന് അറിയും. അപ്പോൾ അയാളൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ വേദ പറയുന്നുണ്ട്, സർ മനഃപൂർവ്വമാണ് പിന്നെ വിക്രമിനെ പിടിച്ചുകൊണ്ട് വന്നത്. വിക്രം ഒരു പെറ്റി കേസ് അടിച്ച് വിടേണ്ട കേസാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ബൈക്ക് പിടിച്ച് വയ്ക്കാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു തെറ്റും വിക്രം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ നടന്നത് അനീതിയാണ്. അപ്പോൾ എവിടെ നിന്നാണ് വിക്രമിൻ്റെ മേലെ ഒരു സിഗരറ്റോ അല്ലെങ്കിൽ ഒരു മദ്യമോ കഴിക്കാത്ത ഒരാളുടെ മേൽ പിന്നെ ഈ മയക്കുമരുന്ന് കുത്തിവെച്ചിട്ട് പിന്നെ അത് മയക്കുമരുന്ന് അടിച്ചിട്ടാണ് ചെയ്ത് പോലീസുകാരനെ കൈകാര്യം ചെയ്തതെന്നും പറഞ്ഞിട്ട് കേസുണ്ടാക്കാനാണ്. ഒരിക്കലും വിക്രം പിന്നെ പുറത്ത് വരാതിരിക്കാൻ, അതായത് ഒരിക്കലും ജാമ്യം കിട്ടിയിട്ട് പുറത്ത് വരാതിരിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. ഈ പോലീസ് ഇയാളെ കയ്യിൽ എവിടെ നിന്നാണ്, ഈ പോലീസിൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് ഈ മയക്കുമരുന്ന് വന്നത്? അയാളുടെ റൂം സാറ് പരിശോധിക്കണം, എന്നിട്ട് അതിന് വേണ്ട തെളിവുകൾ ഉണ്ടാക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഇയാളൊന്നും ഒന്നും മുണ്ടല്ല, ഇയാളെ ഇങ്ങനെ നോക്കുക. അപ്പോൾ പറയും, താൻ എന്താണോ ഈ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത്ര ഇതായിട്ട് എന്തായാലും ഒരു പോലീസുകാരനോട് പറയും അയാളുടെ റൂമൊന്ന് പരിശോധിക്കാൻ, അതായത് സാബുവിൻ്റെ റൂമൊന്ന് പരിശോധിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ പിന്നെ വേദോട് പറയുന്നുണ്ട്, വിക്രമിനെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ച് ഒരു പോലീസുകാരനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാനും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിക്രമിനെ ഇറക്കിക്കൊണ്ടുവരും. വിക്രം എവിടെ ഇറക്കിക്കൊണ്ടുവരാൻ പറയും. അപ്പോൾ വിക്രമിനെ അങ്ങനെ കാലും കൈയും കെട്ടിയിട്ടിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പോലീസുകാരൻ പോയിട്ട് ഇങ്ങനെ കെട്ടൊക്കെ അഴിച്ചിട്ട് മെല്ലെ പിടിച്ചും കൊണ്ട് വരിക. എത്രയും വയ്യ അവശനായിട്ടാണ് വിക്രം വരുന്നത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചും കൊണ്ട് വരുന്ന സമയത്ത്, കാരണം പോലീസുകാരൻ ഭയങ്കര ചാട്ടാണ് സാബുവിനോട്, ഇൻസ്പെക്ടറോട് ഭയങ്കര ചാട്ടനൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് കാര്യം? എന്നിട്ട് അവസാനം ഇയാളെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഒരു കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കൂ, ഞാൻ വേണ്ടത് ചെയ്യാം എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ കേസ് അങ്ങനെ വിടാൻ പാടില്ല സാർ എന്നൊക്കെ വേദ പറയുന്നുണ്ട്. ഈ കേസിന് സാർ ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയും. ഒരു തെറ്റും ചെയ്യാതെയാണ് വിക്രമിനെ അവർ ഉപദ്രവം ചെയ്തതെന്നൊക്കെ പറയും. എനിക്കറിയാം, നിങ്ങളെന്തായാലും ഇയാളെ ഡോക്ടറെ കാണിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദയും ഒരു പോലീസുകാരനെയും കൂട്ടിയിട്ട് പോവുകയാണ് അവർ. അപ്പോൾ പോലീസുകാരനെ വേദയും കൂടി പിടിച്ചിട്ടാണ് വിക്രമിനെ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് സിഐയും SIയും കൂടെ നോക്കി രണ്ടാളും കൂടെ ഒരു ചിരിയും ചിരിക്കും. കാരണം അവർ എല്ലാവരും കൂടെ ഒത്ത പണി. അപ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് അറിയാം രണ്ടുപേരും എല്ലാവരും കൂടെ ഒത്ത് കളിച്ചതാണെന്നറിയാം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേദയും വിക്രമും പിന്നെ അതേപോലെ വിക്രമിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, രാജേട്ടനും ജോസഫൊക്കെ, അവരൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നതാണ് വീട്ടിലേക്ക് വരുമ്പോൾ വിശ്വം കാണും. പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതെന്ത് പറ്റി, എന്താടാ പറ്റിയത് എന്ന് വെച്ചിട്ട് വിശ്വം വരുന്നുണ്ട് വിക്രമിൻ്റെ അടുത്തേക്ക്. അപ്പോൾ പറയാമെന്ന് അറിയുമ്പോഴേക്കും അമ്മയെന്ന് പറഞ്ഞിട്ട് വിശ്വം വിളിക്കുമ്പോഴേക്കും നമ്മുടെ വിക്രം കയറിയിട്ട് ആ തിണ്ടിൻ്റെ മുകളിൽ കയറിയിരിക്കുക. അപ്പോഴേക്കും ഓടി വരിക. എന്താ പറ്റിയെന്ന് വെച്ചിട്ട് ഓടി വരുന്നുണ്ട് കമലമ്മ. അയ്യോ ഇത് എന്ത് പറ്റി, എന്താ മോനെന്ന് വെച്ചിട്ട് ഓടി വരിക. അപ്പം വേദ വിവരങ്ങളൊക്കെ പറയും. ഇങ്ങനെ ബൈക്ക് ഞങ്ങൾ പോണ സമയത്ത് അവിടെ സാബു SI ഉണ്ടായിരുന്നു, അത് പിടിച്ചതാണ് എന്നൊക്കെ അങ്ങനെ പറയും. അവൾക്ക് നന്ദിനിയും ശ്രീജി എല്ലാവരും ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ പറയും, പിന്നെ എന്തിന് നോക്കിയപ്പോൾ പറയും, ഇങ്ങനെ ഒന്ന് ഹെൽമെറ്റ് ഇല്ലാതെ ഉണ്ട്, പിന്നെ അതുമല്ല പിന്നെ പേപ്പേഴ്സും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ വേദ പറയാണ്. അതിൽ പറയും, ഇത് അടിക്ക് തിരിച്ചടിയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. കാരണം ഒരു പ്രാവശ്യം പോലീസുകാരനെ കൊടുത്തിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാം. അതിന് നീ ചെയ്യാനൊക്കെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോടാ എന്നിങ്ങനെ പറയും വിശ്വം. അല്ല, ഇനി ഒന്നിനും പോകണ്ട, നീ അടിക്കാനും തിരിച്ചടിക്കാനും ഒന്നിനും പോകണ്ട, ഇത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ്, അങ്ങനെ വിഷമം പറയാൻ കേട്ടോ. അപ്പോൾ പറയും, എന്നിട്ട് ഇതിനൊന്നും കേസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല വയ്ക്കുമ്പോൾ എല്ലാം. എന്നിട്ട് ആരാ ജാമ്യത്തിലെടുത്തത് എന്ന് ചോദിക്കുക. അപ്പോൾ ജാമ്യത്തിലെടുത്തത് വേദയും കൂടെ ഉണ്ടായിരുന്നല്ലോ, വേദ ഉള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഇല്ലാത്ത കേസ് മുഴുവൻ വിക്രമിൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കുമായിരുന്നു എന്നറിയും. വേദ CI കൂട്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്, സ്റ്റേഷനിലേക്ക് പോയത്. അവിടെ പോയി അയാൾ കണ്ടു. എന്നിട്ടോ നോക്കിട്ടോ. അപ്പം എന്നിട്ട് പിന്നെ കാണിക്കുന്നത് എന്താ വെച്ചാൽ, വേദ പോകുന്നതും സംസാരിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവർ പോലീസ് സ്റ്റേഷനിൽ തിരിച്ച് വന്നിട്ട് വിക്രമിനെ കാറിൽ തന്നെ ഇരുത്തുകയാണ്. ജോസഫും
പിന്നെ മറ്റാളും ഉണ്ട്, രാജേട്ടൻ എന്ന് പറഞ്ഞ അയാളും ഉണ്ട്. അപ്പോൾ നമ്മളും പോകണോ, ഇനിയും നമ്മൾ പോകണോ ചോദിച്ചിട്ട് അവർ പുറത്ത് നിൽക്കുക. അപ്പോൾ വേദ പോയിട്ട് അവിടെ റൈറ്റർ എഴുതുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ CSR പോയി വയ്ക്കുമ്പോൾ സാറപ്പോൾ തന്നെ പോയി അറിയാം. ഇപ്പോൾ SI വയ്ക്കും ഉള്ളിലുണ്ട്, അങ്ങോട്ട് ചെന്നോളൂ പറയും. അപ്പോൾ സാബ് അവിടെ തന്നെ ഉണ്ടാവും, അല്ലേ ഗമയിൽ ഇരിക്കുന്നുണ്ടാവും. അതിൽ മാഡം വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും. സാർ ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു തെറ്റുമില്ല, കാരണം ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തപ്പോൾ ജീപ്പിൽ നിന്ന് അയാൾ ചാടിയതാണ്. കേസ് അങ്ങനെയായി. കാരണം ഇവർ കൊണ്ടുപോയി ചതച്ചു എന്നുള്ള അതങ്ങോട്ട് മാറ്റിയിട്ട് അറിയാം. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പിടിച്ചും കൊണ്ട് വന്നപ്പോഴേക്കും ജീപ്പിൽ നിന്ന് ചാടേണ്ട വല്ല കാര്യമുണ്ടോ, അങ്ങനെയാണ് ഇപ്പോൾ മേൽ മുറിവുകളൊക്കെ ആയതെന്ന് പറഞ്ഞിട്ട് അവർ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ അപ്പോൾ എല്ലാവരും കൂടെ നടന്നൊരു ഗൂഢാലോചനയാണല്ലേ എന്നറിയും. എന്തായാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ കേസൊന്നും ഒഴിവാക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് മാഡം പോയിക്കോളൂ എന്നറിയും. ഇതൊന്നും മിണ്ടാണ്ട് പോരും. അപ്പോൾ ഇത് എവിടുത്തെ നീതി. അപ്പോൾ വേദ ഇതിങ്ങനെ പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വീട്ടിലുള്ള അംഗങ്ങൾക്ക് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ പറയും ഇതെന്തൊരു പിന്നെ നീതിയാണിത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വേദ ഇറക്കിക്കൊണ്ടു എന്നൊക്കെ പറയുമ്പോൾ നന്ദിനിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ നന്ദിനി കാരണം വേദയ്ക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നന്ദിക്ക് ഒന്നും പിടിക്കുന്നില്ല. അപ്പോൾ പറയും അതിനിപ്പോൾ നീ പോകും, അവൻ ചെയ്തതിനിപ്പോൾ തിരിച്ച് കിട്ടി തുടങ്ങി, അത്രയേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക നന്ദിനി എന്ന് പറഞ്ഞിട്ട് മോനെ മക്കളെ നിങ്ങൾ അവനെ റൂമിലേക്ക് കടത്തിയേക്ക്, ശ്രീജയെ കുറച്ച് വെള്ളം ചൂടാക്കുക എന്നിങ്ങനെ കമലമ്മ പറയുകയാണ് കേട്ടോ. അങ്ങനെ രാജേട്ടനും പിന്നെ ജോസഫും വേദിയും കൂടെ പിടിച്ച് റൂമിൽ കൊണ്ടേ കടത്തും. അപ്പോൾ ഷർട്ട് ഇങ്ങനെ അവർ ഊരി കൊടുക്കണം. ഊരി കൊടുക്കുമ്പോൾ വേദി ചിലപ്പോൾ വേദിയുടെ കൈ തട്ടി മാറ്റുന്നുണ്ട് വിക്രം. ദേഷ്യം മുഴുവൻ അവളോടാണ്. എന്നിട്ട് ഷർട്ട് മാറ്റിയിട്ട് പിന്നെ എന്താ പറയുക, നമ്മുടെ കമലമ്മ വന്നിട്ട് ഇങ്ങനെ വെള്ളം ചൂട് പിടിച്ച് കാണാം. അമ്മേ പതുക്കെ എനിക്ക് വേദനിക്കുന്നുണ്ട്. ഇപ്പോൾ വേദിയും തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്, കാരണം വിക്രമിന് കാണില്ല വേദന നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയും എന്താണ് നീ എന്തിനാ മോനെ ഇങ്ങനെ പോകണം, നിന്നെക്കുറിച്ച് ഓർക്കാത്ത, പേടിയോടുകൂടി ഓർക്കാത്ത ഒരു ദിവസം പോലും എനിക്കില്ല, സമാധാനമായിട്ട് എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല നിൻ്റെ കാര്യത്തിൽ. ഇനിയെങ്കിലും നീ ഒന്ന് നിർത്തുക, നീ നന്നായിട്ട് നടന്നിട്ട് വേണം എനിക്ക് മനസ്സമാധാനമായിട്ട് കണ്ണടയ്ക്കാൻ. അപ്പോൾ ഇങ്ങനെ പറയുകയാണ് കമലമ്മ ഇരുന്നിട്ട്, അമ്മ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ ദേഹത്തിനെക്കാട്ടിലും വേദനയാണ് അമ്മ ഇവിടെ ഇരുന്ന് കുറ്റം പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പതുക്കെ പിടിക്കാമേ, ആ ദേഷ്യം കൂടി ഇനി എൻ്റെ പുറത്ത് ചെയ്യണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വിക്രം അവിടെ കമന്ന് കിടന്നിട്ട്. അപ്പോൾ വേദം ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ചെയ്യട്ടെ എന്നിങ്ങനെ കൈ കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ശരി ഇങ്ങനെ കണ്ണും കൊണ്ട് ഇങ്ങനെ അവർ പിന്നെ അമ്മയും മരുമകളും നല്ല രസമാണല്ലോ. അപ്പോൾ അങ്ങനെ വിളിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ പിന്നെ വേദം ഇരുന്നിട്ട് പതുക്കെ ചൂട് പിടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പതുക്കെ ചൂട് പിടിച്ച് കൊടുക്കുമ്പോൾ പറയാം ഇപ്പോൾ നല്ല സുഖമുണ്ട്, നേരത്തെ ചെയ്തതിനേക്കാളും സുഖമാണല്ലോ ഇപ്പോൾ ഇങ്ങനെ പറയും. അപ്പോൾ വേദം ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, കമലമ്മ പോവുകയും ചെയ്യും. അപ്പോൾ വേദം ഇങ്ങനെ പതുക്കെ ചൂട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ നല്ല സുഖമുണ്ട് അറിയുമ്പോൾ ഇങ്ങനെ നമ്മളെ വേദം ഇങ്ങനെ കരയുമ്പോൾ കണ്ണുനീര് വീഴാണ് പുറത്ത്. കരയലമ്മേ അതിപ്പോൾ മാറും, ഈ ഒരു ചൂടൊക്കെ പിടിക്കുമ്പോഴേക്കും മാറും, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോഴും മൂപ്പര വിചാരം അമ്മയാണ് ചെയ്യണതെന്നാണ്. പക്ഷേ വേദം വളരെ ശ്രദ്ധയോടുകൂടി അങ്ങനെ പുറത്തൊക്കെ ചൂട് പിടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സുഖത്തിൽ നമ്മുടെ വിക്രം ഒന്ന് മയങ്ങുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അമ്മ കമലമ്മ ഭയങ്കര കരച്ചിലാണ് ഹാളിൽ വന്നിരുന്നിട്ട്. അപ്പോൾ വിശ്വമുണ്ട്, ശ്രീജയുണ്ട്, നന്ദിനിയുണ്ട്. അപ്പോൾ പറയാം അമ്മ ഇപ്പോൾ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം, അപ്പോൾ ഇതിപ്പോൾ ഒന്നും നിലയിൽ തുടങ്ങിയതൊന്നും അല്ലല്ലോ. വിശ്വം പറയുകയാണ് ഇതിപ്പോൾ ഒന്നും നിലയിൽ തുടങ്ങിയതൊന്നും അല്ലല്ലോ, ഇപ്പോൾ ഈവന് അടി വാങ്ങി വരുന്നതും 2 ദിവസം കഴിയുമ്പോൾ അവൻ വയറുപോലെ എഴുന്നേറ്റ് നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അതന്നെ, അപ്പോൾ അത് ഏറ്റുപിടിക്കും നന്ദിനി പറയും ഇതൊക്കെ പിന്നെ കഷ്ടകാലമാണ്. അല്ല നമ്മളെ കമലമ്മ പറയാണ് അവൻ്റെ ഇത് തീർന്നിട്ടില്ല. അപ്പോൾ ശ്രീജി അമ്മേ നമ്മളന്ന് നോക്കിയപ്പോൾ അവന് കുറച്ചും കൂടെ ദശാസന്ധിയുണ്ട്, കുറച്ചും കൂടെ കുറച്ച് ദിവസം കൂടെ, കുറച്ച് നാൾ കൂടെ കഴിയണ്ടേ അവൻ്റെ ഈ ദുരിതങ്ങളൊക്കെ മാറാൻ. അപ്പോൾ പറയും പിന്നെ ഇത് ദുരിതങ്ങളൊന്നും ഉള്ളത് കൊണ്ടൊന്നുമല്ല, പിന്നെ ജാതകം നോക്കിയിട്ട് ഓരോന്ന് പറയുന്നുണ്ട്, ഇത് അവളില്ലേ വേദ, അവൾ അവൻ്റെ ജീവിതത്തേക്ക് കടന്നു വന്ന് അന്ന് തുടങ്ങിയതാണ് പറയും. അപ്പോൾ ശ്രീജ എടുത്തൊഴിക്കി അറിയും നിനക്ക് വേദോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയില്ലേ നന്ദിനി, ഇതാ പകൂത്ത്, ഞാനെന്ത് വിളിച്ച് പറഞ്ഞു എന്നാണ്, ഞാനുള്ള കാര്യമില്ലേ പറയുന്നത്, നീ അങ്ങനെ ഇപ്പോൾ സത്യങ്ങൾ പറയാൻ നിൽക്കണ്ട എന്നിങ്ങനെ നമ്മുടെ കമലമ്മ പറയണേ. അപ്പോൾ പറയാം സത്യങ്ങൾ പകലും വിളിച്ച് പറയാമെന്നാണല്ലോ അറിയും. അതിന് നീ ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നിനക്ക് അല്ലെങ്കിൽ വന്ന നാൾ തൊട്ടിട്ട് ആ കുട്ടിയോടാണ് നിനക്ക് ദേഷ്യം പോകുന്നത്, നീ എന്തിനാ അവളോട് ദേഷ്യം കാണിക്കുന്നത്, നിന്നെ അവൾ എന്താ ചെയ്ത്, ആ കുട്ടി ഉള്ളത് കൊണ്ടാണെന്ന് ഇപ്പോൾ വിക്രം ഇങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ അവൻ്റെ പേർക്ക് അവരെന്തൊക്കെ കുറ്റങ്ങൾ
എഴുതി ചേർക്കുന്നത് നിനക്കറിയോ എന്നൊക്കെ ചോദിക്കും. നീ എന്തിനാ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? ഓഹോ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതാണോ തെറ്റെന്ന് പറയും. അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ അപ്പോൾ പറയും ശ്രീജി ചീത്ത അറിയുന്നുണ്ട്. അപ്പോൾ ശ്രീജ പറയും നീ എന്തിനാ വെറുതെ നന്ദിനി വേദയുടെ മേർക്ക് ഏത് നേരം ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? നിനക്കെന്ത് കാര്യമുണ്ട്? നീ എന്തിനാ അതിനൊക്കെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ശരി ഇപ്പോൾ ശ്രീജേർത്തി അത് തന്നെ പറയുന്നത്, പിന്നെ അല്ലാതെ എന്നറിയാം. അപ്പോൾ വിഷയത്തിന് ദേഷ്യം വരും, പറഞ്ഞു ഒന്ന് നിർത്തുമോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് എന്താ കാര്യം, പിന്നെ വരാനുള്ളത് വഴി തങ്ങില്ല. ഇതിൻ്റെ മുന്നേ ഇപ്പോൾ ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ, അന്നൊക്കെ ഇപ്പോൾ വേദന ഉണ്ടായിട്ടാണോ, അതിൻ്റെ മുന്നുണ്ടായിരുന്നതൊക്കെ വേദ വന്നിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴും വേദയ്ക്ക് സേവ് ചെയ്തിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അപ്പോഴേക്കും നമ്മളുടെ എന്താ പറയുക, എന്താ കുട്ടിയുടെ പേര്, രാധ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. രാധ വരുന്ന സമയത്ത് എന്താ പറ്റിയത് നോക്കിയപ്പോൾ നീ ഒരാതെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി വിളിക്കുകയാണ്. നന്ദിനി അപ്പോൾ എന്താ പറ്റിയത്, എങ്ങനെയുണ്ട്, എവിടെ നിന്നിട്ട് വിക്രം, അയ്യോ എന്നിട്ട് ജാമ്യത്തിലെടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ പോലീസ് പിടിച്ചത് വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്, രാധ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പറയും ജാമ്യത്തിലെടുത്തിലൊക്കെ, ജാമ്യത്തിലൊക്കെ എടുത്തു, പിന്നെ എന്നറിയും. എന്നിട്ട് എവിടേക്കുമ്പോൾ അത് വിക്രമിൻ്റെ റൂമിലുണ്ട് എന്നറിയും. അപ്പോൾ അവളങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ കമലമ്മ വിളിക്കുക. അപ്പോൾ പറയും രാധേ നീ ഇപ്പം അങ്ങോട്ട് പോകണ്ടെന്നറിയും. അതെന്താന്ന് ചോദിക്കട്ടോ. അപ്പോൾ പറയും നിന്നോട് അച്ഛമ്മ പറഞ്ഞതല്ലേ ഇനി അവരുടെ കാര്യങ്ങളിൽ ഇടപെടണ്ടെന്ന്. ഇപ്പോൾ അവർ വേദയാണ് വിക്രമിനെ ശുശ്രൂഷിക്കുക. ഇപ്പോൾ അവിടെ വേദമുണ്ട്, അവർ ഭാര്യയും ഭർത്താവും മാത്രം ഇരിക്കുന്നിടത്തേക്ക് നീ എന്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പോകണ്ടേ ചോദിക്കും. അപ്പോൾ പറയും നീ എന്തിനാണ് പോണത്, നിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അവനെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും ഇപ്പോൾ അവൻ്റെ ഭാര്യ കൂടെ ഉണ്ട്. അവളാണ് അവനെ ജാമ്യത്തിലിറക്കി കൊണ്ടുവന്നതും ഒക്കെ, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ അവൻ്റെ ഭാര്യയാണ്, അവൾക്കാണ് അതിൻ്റെ ഇതെന്നൊക്കെ പറയും. കമലമ്മ അങ്ങനെ പറയാണ്. അപ്പോൾ പറയും അങ്ങോട്ട് നീ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ട, നീ പോകാൻ നോക്കുക പറയും. അപ്പോൾ അങ്ങനെ സങ്കടപ്പെട്ടേക്കുക. അപ്പോൾ പോകാൻ പറഞ്ഞില്ലേ നിന്നോട്, നീ പോയിക്കോളൂ, അവർ സമാധാനമായിട്ട് അവർ റൂമിൽ ഇരിക്കട്ടെ, അത് നീ ശല്യപ്പെടുത്താൻ നീ ചെല്ലണ്ട, അവരൊറ്റയ്ക്ക് ഇരിക്കുന്നിടത്ത് നീ എന്തിനാണ് പോണത്, അവനും അവൻ്റെ ഭാര്യയും കൂടെ അല്ലേ ഇരിക്കണമെന്നൊക്കെ ഇങ്ങനെ രാധോട് കമലമ്മ പറയണം. രാധ ഭയങ്കര വിഷമത്തിൽ എല്ലാവരെയും നോക്കിയിട്ട് അവിടുന്ന് പതുക്കെ മിണ്ടാണ്ട് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ കമലമ്മയ്ക്ക് സങ്കടം വരുന്നുണ്ട് അവളോട് അങ്ങനെ പറയാൻ. അപ്പോൾ നന്ദിനി പറയണം അമ്മ എന്ത് പണി ചെയ്ത്, രാധ ഒരു പാവം കുട്ടിയല്ലേ, അപ്പോൾ രാധ പാവം കുട്ടിയെന്ന് നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം, എൻ്റെ മുന്നിൽ കളിച്ച് വളർന്നതാണ് അവൾ, ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ എനിക്കറിയാം അവളൊരു പാവാണെന്ന്, പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല, അവനിപ്പോൾ ഒരു കുടുംബമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നാലും അത്രയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് പറയും. അത്രയെങ്കിലും പറയണം എന്നാണ് ഇവർ പറയുന്നത്. ശ്രീജ അടുത്തൊന്നും പറയണമെന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് രാധ ഇങ്ങനെ വിഷമിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കാരണം അച്ചമ്മ പറഞ്ഞതാണ് ഓൾറെഡി, ഇനി അവരുടെ ജീവിതത്തിലേക്ക് ചെല്ലരുതെന്ന് അച്ചമ്മ പറഞ്ഞതുമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് രാധ ഇങ്ങനെ നോക്കുകയാണ്, ജനവാതിലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പിന്നെ വേദ വാതിലടച്ച് കിടക്കുക. അത് തന്നെ കർട്ടൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നോക്കുമ്പോൾ വേദ അങ്ങനെ ചൂട് പിടിച്ച് കൊടുക്കുകയാണ് പിന്നെ വിക്രമിന്. പുറത്തിങ്ങനെ ചൂട് പിടിച്ച് കൊടുക്കുന്നുണ്ട്, വിക്രം കിടന്നിങ്ങനെ ഉറങ്ങണമുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് അവളിങ്ങനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ ഇറങ്ങി ഓട്ടോറിക്ഷ എടുത്ത് പോകണതാ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ നന്ദിനിയടുത്ത് എന്തോ സൂപ്പ് എന്തോ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ വേദ പറഞ്ഞിട്ട് ഒരു സൂപ്പ് ഉണ്ടാക്കുകയാണ് നന്ദിനിയടുത്ത്. നന്ദിനിയടുത്ത് അല്ല, ശ്രീജ എടുത്ത് കേട്ടോ, നന്ദിനി സൂപ്പ് ഉണ്ടാക്കണു ശ്രീജ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വേദ അങ്ങോട്ട് വരും, ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അതുവരെ സെറ്റ് മുണ്ട് എടുത്തിട്ടാണ് ആൾ ഇരുന്നിരുന്നത്. പിന്നെ ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വരും. ഇപ്പോൾ റെഡി ആയോ എന്ന് നോക്കിയപ്പോൾ നമ്മുടെ ശ്രീജ പിന്നെ ഒരു പാത്രത്തിൽ സൂപ്പ് ഇട്ടിരുന്നു. ഞാൻ വേദ പറഞ്ഞ പോലെ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അറിയാം. അപ്പോൾ ഇങ്ങനെ കയ്യിലെടുത്ത് കൊടുത്തിട്ട് അതിങ്ങനെ ഊതി കുടിക്കുമ്പോൾ നന്നായിട്ടുണ്ട് എന്നറിയും. അപ്പോൾ ഇത് എവിടെ നിന്ന് അങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചു വയ്ക്കുമ്പോൾ ഇത് മുത്തശ്ശി ഉണ്ടാക്കി തരുന്നതാണ്, ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഓടിക്കളിച്ച് വീഴുമ്പോൾ മുറിവ് മാറാനാന്നും പറഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കി തരുന്നത് എന്താണെന്നൊക്കെ പറയും. അപ്പോഴേക്കും സുധാകരൻ മാഷ അങ്ങോട്ട് വരിക. അതിൽ പറയും ഇത് ഓടിക്കളിച്ച് വീണിട്ടുള്ള ഒടിവോ ചതവോ ഒന്നും അല്ലല്ലോ, ഇതിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നല്ല ഇടി കിട്ടിയതിൻ്റെ അല്ലേ, അപ്പോൾ ഉള്ളിൽ പുറമേ കാണില്ലെങ്കിലും ഉള്ളിൽ നല്ല ചതവുണ്ടാവും, അതിനിപ്പോൾ ഈ സോപ്പ് കൊടുത്താലൊന്നും മതിയാവില്ല. അപ്പോൾ കുറച്ച് ചെന്നിനായക മുട്ടയിൽ അടിച്ചിട്ട് അത് കൊടുക്കുക, അതാകുമ്പോൾ ഉള്ളിലെ ചതവിനൊക്കെ നല്ലതാ എന്നൊക്കെ ഇങ്ങനെ പറയാണ് മാഷ്. അല്ലാണ്ട് ഇത് കുടിച്ചിട്ടൊന്നും കാര്യമില്ല, ഇതിപ്പോൾ സ്ഥിരം പരിപാടിയല്ലേ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് മാഷ് ഇങ്ങനെ കുറച്ചൊരു ഇതുപോലെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ വേദമൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ വേദയുടെ മുഖത്തേക്ക് ശ്രീജേർത്തി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പറയും അത് നല്ലതാണ്, ചെന്നിനായക മുട്ട ഞാൻ കേട്ടിട്ടുണ്ട്, ചെന്നിനായകം നാടൻ മുട്ടയും കൂടെ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എന്തായാലും നമുക്കത് ചെയ്യാമെന്ന് പറയും. ഇപ്പോൾ ഇത് ശ്രീജേർത്തി കൊണ്ട്
കൊണ്ടുപോയി കൊടുത്തോളൂ പറയും. അപ്പോൾ പറയും വേണ്ട വേദ കൊണ്ടു കൊടുത്തോളൂ പറയുമ്പോൾ അല്ല വേണ്ട ഞാൻ കൊണ്ടുകൊടുത്താൽ കുടിക്കില്ല, ശ്രീജേടത്തി കൊണ്ടുപോയി കൊടുത്തോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ചെന്നിനായകവും ഈ സൂപ്പ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ വിക്രം പുറത്ത് വന്നിരിക്കുന്നുണ്ട്, അടുക്കളയിൽ വന്നിരിക്കുന്നുണ്ട് മുന്നിൽ. അപ്പോൾ ഇത് കൊണ്ടുവയ്ക്കുന്ന ഇത് കുടിക്കും വിക്രം എന്ന് പറഞ്ഞ് കൊണ്ടുകൊടുക്കുക. അപ്പോൾ നമ്മുടെ വിശ്വനും അപ്പുറത്തിരിക്കും. വിശ്വ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറയും നീ ഇതെന്താ ശ്രീജ എന്ന് വെച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ പറയും ഇത് സൂപ്പാണ്. സൂപ്പോ എന്ത് സൂപ്പ് വയ്ക്കും, ഇത് വേദ ഉണ്ടാക്കിയ ഒരു സൂപ്പ്. അങ്ങനെ കുടിച്ചിട്ട് പറയും നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് എന്നിങ്ങനെ പറയുകയാണ് വിക്രം ശ്രീജേനോട് അറിയും. ശ്രീജേത്തി നന്നായിട്ടുണ്ട് അറിയും. അപ്പോൾ പറയും ഇത് വേദ പറഞ്ഞു തന്നിട്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്നറിയും. എന്തൊക്കെയായാലും സൂപ്പല്ലേ കുറച്ചും ഇങ്ങോട്ട് എടുത്തോ ഇതിങ്ങനെ പറയണം. അങ്ങനെ ആ സൂപ്പ് ഇരുന്നിങ്ങനെ കുടിക്കുകയാണ് നമ്മുടെ വിക്രം. നമ്മളെ വേദ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഇത് പോണത്. പക്ഷേ പിന്നെ അവിടേക്ക് നമ്മുടെ എന്താ പറയുക ഇയാൾ വരുന്നുണ്ട്, ശ്രീനിവാസനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും നല്ല എപ്പിസോഡാണ്. രാധയ്ക്ക് കൊടുക്കേണ്ട ഒരു ഡയലോഗ് തന്നെയാണ് നമ്മുടെ ഡയലോഗ്, ഒരു നല്ലൊരു മറുപടി തന്നെയാണ് നമ്മളുടെ കമലമ്മ കൊടുത്തത്. അതുപോലെ തന്നെ പിന്നെ പോലീസുകാരൊക്കെ കൂടെ ഒത്തുകളിച്ചുള്ളൊരു ഇതൊക്കെ ആയിട്ട് എന്തായാലും പവിത്ര നല്ല എപ്പിസോഡുകളാണ് ഈ വരുന്നതും നല്ല നല്ല എപ്പിസോഡുകളാണ്, ആരും മിസ് ചെയ്യരുത്. അതുപോലെ പിന്നെ രാധാസ് ഹോമിലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് പിന്നെ അതുപോലെ ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തി എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ വളരെ കുറവാണ്, അതുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.